ഇത് തേങ്ങ അരച്ച കിളിമീൻ കറിയാണ്. സാധാരണ കിളിമീൻ എപ്പോഴും നമ്മൾ മുളകിട്ടാണ് വെക്കാറ്. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചുവന്നുള്ളി ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തേക്ക് തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഇത്രയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തേങ്ങ അരച്ച ജാറ് കഴുകി ആ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. പിന്നെ ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന കിളിമീൻ ഇട്ട് കൊടുക്കുക. കിളിമീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഫ്ലെയിം നന്നായി കുറച്ചതിന് ശേഷം അധികം ഇളക്കാതെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മീനൊന്ന് കറക്റ്റ് ആ കറിയിൽ മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കിളിമീൻ കറി ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി ഇതിനകത്ത് കറിവേപ്പില ചേർക്കുക. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കുക. മീൻ കറക്റ്റ് വേവിന് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഒരു തണ്ട് കറിവേപ്പില ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി റെഡി. അതും കിളിമീനാണ്, നല്ല ടേസ്റ്റാണ്. കിളിമീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാൻ വെക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് നല്ല ആ ഒരു ചൂടിൽ തന്നെ, ചട്ടിയുടെ ചൂടിൽ തന്നെ ഇത് കറക്റ്റ് പാകമായിട്ട് കിട്ടും. ദേ ഇതുപോലെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ പേജസ് ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.